blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ഓരോ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക സഹകാരിക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കാക്കനാട് എന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഭർത്താവിന് അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി ഒരുമിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. മാത്രമല്ല കർത്താവേ, തൻ്റെ ഭർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അൺസർട്ടൈനിറ്റീസും മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഫാദർ, മേക്ക് ദാറ്റ് ജോബ് സെക്യൂർ ആൻഡ് പെർമനൻറ്റ്. കർത്താവ്, ഇളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോർഡ്, വി പ്രേ ഫോർ ഓൾ ദ സ്കിൻ പ്രോബ്ലംസ് ടു ബി ഹീൽഡ് ആൻഡ് മെൻസ്ട്രൽ പ്രോബ്ലംസ് ടു ബി ഹീൽഡ് ഓഫ് ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. മൂത്ത മകൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഫാദർ, ഗിവ് ദം ഗുഡ് ഹെൽത്ത് ആൻഡ് ബ്ലെസ് ദം വിത്ത് എ വെരി ഗുഡ് മാരേജ് ഓഫ് ഫാദർ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവ് ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി ജൂൺ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തോപ്പുംപടി ജൂൺ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദ ഗ്രേറ്റ് മറീന ഹാൾ, പഴയ പാലത്തിന് സമീപം, തോപ്പുംപടി. The title of the message is No Cross, No Crown. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ടിതാണ് കുരിശില്ലാതെ കിരീടമില്ല. Everybody say that. ക്രൂശില്ലാതെ കിരീടമില്ല. എല്ലാവരും പറയാമോ? Hallelujah. ഹല്ലേലൂയ. Acts of the Apostles chapter 2 and verse number 36. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വചനം നമുക്കിപ്പോൾ വായിക്കാം. Therefore let all Israel be assured of this, God has made this Jesus whom you crucified both Lord and Messiah. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. This is the first preaching after the Pentecost experience by Peter. പെന്തിക്കോസ്ത് അനുഭവത്തിന് ശേഷമായി പത്രോസ് നൽകിയ ആദ്യത്തെ സന്ദേശത്തിൽ നിന്നാണ് ഈ ഭാഗമുള്ളത്. Peter is saying, therefore let all Israel be assured of something. പത്രോസ് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹമൊക്കെയും ഒരു കാര്യം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. God has made this Jesus whom you crucified both Lord and Messiah. ഓക്കുക, നിങ്ങൾ ക്രൂശിച്ച, ഇസ്രായേൽ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം തമ്പുരാൻ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുകയാണ്. Now when Peter was preaching this, God the Father had made the crucified Jesus the Lord and Messiah. പത്രോസ് ഇത് പ്രസംഗിക്കുന്നതിനുള്ളിൽ സ്വർഗത്തിലെ പിതാവ് ക്രിസ്തുവിനെ മശിഹയാക്കി തീർത്തിരിക്കുകയാണ്. Hallelujah. Hallelujah. But before he became the Lord and Messiah, he was crucified. എന്നാൽ അവൻ ക്രിസ്തുവും മശിഹയും ആകുന്നതിന് മുൻപ് അവൻ ക്രൂശിതനാകേണ്ടതായി വന്നു. He rose from the dead, he resurrected after he was crucified. ക്രൂശീകരണത്തിന് ശേഷം യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. Before the resurrection, he went through an experience of
crucifixion. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപായിട്ട് യേശു ക്രിസ്തു ക്രൂശീകരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. So there is a principle here. അതുകൊണ്ട് ഇവിടെ ഒരു തത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. If you want to resurrect in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ you have to die first. നിങ്ങൾ ആദ്യം ചാകണം. Without death there is no resurrection. ഓർക്കുക, മരണമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പില്ല. Hallelujah. ഹല്ലേലൂയ. So everybody say no cross, no crown. അതുകൊണ്ട് എല്ലാവരും ഉറക്കെ പറയാമോ, ക്രൂശില്ലാതെ കിരീടമില്ല. Here in this title, cross does not mean any cross made of any metal or wood. ഇവിടെ ഞാൻ പറയുന്ന ഈ ക്രൂശ് എന്നുള്ളത് ഏതെങ്കിലും മരം കൊണ്ടോ ലോഹം കൊണ്ടോ പണിയപ്പെട്ടിരിക്കുന്ന ഒരു കുരിശിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. People wear cross in their chains. അവർ സാധാരണ ജനങ്ങൾ മാലയിൽ കുരിശ് അണിയാറുണ്ട്. And if you travel, you can see a lot of different kinds of crosses, concrete crosses, wooden crosses, metallic crosses everywhere. ലോകമെമ്പാടും സഞ്ചരിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മരം കൊണ്ടുള്ള, ലോഹം കൊണ്ടുള്ള, കോൺക്രീറ്റ് കൊണ്ടുള്ള പലതരത്തിലുള്ള കുരിശുകളൊക്കെ നമുക്ക് കാണാൻ And the സാധിക്കും. largest number of crosses are displayed in a cemetery. ഇനി ഏറ്റവും കൂടുതൽ കുരിശുള്ള ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ അത് സെമിത്തേരി ആയിരിക്കും. I'm not talking about that cross. ഞാൻ ആ കുരിശിനെ കുറിച്ചല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. In this message, what I mean by cross is the painful experiences that we all go through. ഞാൻ പറയുന്ന കുരിശ് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വേദനാ നിർഭരമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചാണ് ഈ കുരിശ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. We all carry our cross. നമ്മൾ എല്ലാവരും നമ്മുടെ ക്രൂശ് ചുമക്കുന്നവരാണ്. We all go through painful situations. നമ്മൾ എല്ലാവരും വേദന അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. In English there is a saying, no pain, no gain. സാധാരണ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, വേദനയില്ലെങ്കിൽ നേട്ടവുമില്ല. Hallelujah. Hallelujah. So if only you go through some painful experiences, you will have a gain later. അതുകൊണ്ട് നിങ്ങൾ വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ പോകുമ്പോൾ മാത്രമേ പിന്നീട് ജീവിതത്തിൽ ചില നേട്ടങ്ങൾ കൈവരിക്കുന്നവരായി നിങ്ങൾ മാറുകയുള്ളൂ. Hallelujah. Hallelujah. If I give a personal interview with you all, everyone individually, you all will confess to me that I have gone through a lot of painful situations. Even today, brother, I'm going through pain. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും വ്യക്തിപരമായ ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു അവസരം തന്നാൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് എന്നോട് പറയും, ബ്രദറെ, ഒത്തിരി വേദനയിലൂടെ ഞാൻ കടന്നുപോയ വ്യക്തിയാണ്, ഇപ്പോഴും ഞാൻ വേദനയിലൂടെ കടന്നു പോവുകയാണ്. So I ask you, are you saved? ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? Are you baptized? നിങ്ങൾ സ്നാനമേറ്റവരാണോ? Are you filled in the Holy നിങ്ങൾ Spirit? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണോ? Do you read the Bible? നിങ്ങൾ ബൈബിൾ വായിക്കുന്നവനാണോ? Yes, I do all these, but still I have painful അതെ experiences. ബ്രദർ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാ, പക്ഷെ എന്നിട്ടും വേദനയുടെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. So even after you coming to the Lord Jesus, why are you going through pain? നിങ്ങൾ കർത്താവിലേക്ക് വന്നിട്ട് പോലും പിന്നെ എന്തിനാ ഈ വേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? Can I give you an answer? ഞാൻ അതിനൊരു ഉത്തരം നിങ്ങൾക്ക് നൽകട്ടെ. Jesus, when he came into this world, he was the very son of the living God, but still he had to go through pain. ഓർക്കുക, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ട് പോലും ഈ ലോകത്തിലെ ചില വേദനയിലൂടെ അവന് കടന്നു പോകേണ്ടതായി വന്നു. Brothers and sisters, are you with me this morning? എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് എന്റെ സന്ദേശത്തോടൊപ്പം നിങ്ങൾ കൂടെ വരുന്നുണ്ടോ? Your salvation experience does not guarantee you a painless life. ഓർക്കുക, നിങ്ങളുടെ രക്ഷയുടെ അനുഭവങ്ങൾ ഈ ലോകത്തിൽ വേദനയില്ലാത്തൊരു ജീവിതം നൽകുമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നില്ല. Jesus came into this world as the savior of the world. ഓർക്കുക, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് ലോകത്തിന്റെ രക്ഷകനായിട്ടായിരുന്നു. In his teachings and in his preachings, he never offered a painless life. ഓർക്കുക, അവന്റെ ഉപദേശത്തിലാകട്ടെ അവന്റെ പ്രസംഗത്തിലാകട്ടെ ഒരിക്കലും വേദനയില്ലാത്തൊരു ജീവിതം നൽകാം എന്നവൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. But instead he declared very plainly, he made it crystal clear that there are troubles for you in this world. എന്നാൽ പകരം വളരെ വ്യക്തമായി അവൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. There are troubles in this world. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്. Maybe more troubles are waiting for you in the days to come. ഒരുപക്ഷെ വരുവാനുള്ള കാലത്ത് കൂടുതൽ കഷ്ടതകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. Hallelujah. ഹല്ലേലൂയ. So sometimes
not sometimes. Sometimes always. Life hurts. ഓർക്കുക, ചില സമയങ്ങളിലല്ല, എല്ലായ്പ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്. But we are not crucified as Jesus was crucified to a wooden cross. എന്നാൽ നമ്മൾ ആരും തന്നെ യേശു കർത്താവിനെ പോലെ ഒരു മരക്കുരിശിൽ ക്രൂശിക്കപ്പെട്ടിരുന്നില്ല. We all know that Jesus was crucified to a wooden cross. നമ്മൾ എല്ലാവരും അറിയുന്നുണ്ട് യേശു കർത്താവിനെ ക്രൂശിച്ചത് ഒരു മരക്കുരിശിലായിരുന്നുവെന്ന്. But we are not crucified to wooden crosses. എന്നാൽ നമ്മൾ ആരും ക്രൂശിക്കപ്പെടുന്നത് ഒരു മരക്കുരിശിലല്ല. But we all have to go through crucifixion experiences. എന്നാൽ നാം എല്ലാവരും തന്നെ ക്രൂശീകരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. Paul says, I am crucified with Christ. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Hello. So even Apostle Paul was crucified. ഓർക്കുക, അപ്പസ്തോലനായ പൗലോസ് പോലും ക്രൂശിക്കപ്പെട്ടു. So we all will be crucified. അതുകൊണ്ട് നാം എല്ലാവരും ക്രൂശിക്കപ്പെടേണ്ടവരാണ്. Our flesh should be crucified. നമ്മുടെ ജഡം ക്രൂശിക്കപ്പെടേണ്ടം. But how is it the Holy Spirit doing practically in our lives? എന്നാൽ ഇത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നത്? Can I talk to you? ഞാൻ നിങ്ങളോടത് സംസാരിക്കട്ടെ. God, the Holy Spirit uses different nails and different crosses. ഓർക്കുക, ദൈവം വ്യത്യസ്തമായ കുരിശുകളെയും വ്യത്യസ്തമായ ആണികളെയുമാണ് ക്രൂശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. We are all nailed and crucified in multifarious ways. നമ്മൾ എല്ലാവരും തന്നെ വ്യത്യസ്തമായ വിധത്തിലാണ് ക്രൂശിക്കപ്പെടുന്നതും ആണിയടിക്കപ്പെടുന്നതും. Cross can be anything that gives you pain in your life. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വേദന കൊണ്ടുവരുന്ന എന്തും കുരിശാണ്. It could be a relationship that is always giving you pain. ഒരു പക്ഷേ എല്ലായ്പ്പോഴും വേദന നൽകുന്ന ഒരു ബന്ധമായിരിക്കാം. That crucifixion or that nailing can be a relationship that is giving you pain always. ഓർക്കുക, ആ ഒരു ബന്ധത്തിലൂടെ ആണിയടിക്കുന്നത് പോലുള്ള വേദനകൾ എല്ലായ്പ്പോഴും ലഭിച്ചെന്നിരിക്കാം. For example, you have a child. ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു കുട്ടിയാണെന്ന് കരുതുക. And the child is giving you pain. ആ കുട്ടി നിങ്ങൾക്ക് വേദന നൽകുകയാണ്. And you are nailed to that child through a relationship, parental relationship. You are a father or a mother. ഓർക്കുക, ആ കുട്ടിയുമായിട്ട് ഒരു മാതാവെന്നോ പിതാവെന്നുള്ള രീതിയിൽ ആ കുട്ടിയുമായി വേദനയുടെ ഒരു ആണിയുടെ ബന്ധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. That relationship you cannot cut. ആ ബന്ധം നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ സാധ്യമല്ല. Hey, you cannot break that relationship. ആ ബന്ധത്തെ നിങ്ങൾക്ക് ഒരിക്കലും മുറിച്ചു മാറ്റുവാൻ സാധ്യമല്ല. You cannot give up that person. ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കപ്പെടുവാൻ സാധ്യമല്ല. But the child is always giving you pain. എന്നാൽ കുട്ടി എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ട് വേദന സമ്മാനിക്കുകയാണ്. You are crucified. നിങ്ങൾ ആ കുട്ടിയുമായിട്ടുള്ള വിധത്തിൽ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുകയാണ്. It could be your own spouse. ഒരു പക്ഷേ അത് നിങ്ങളുടെ സ്വന്തം ജീവിത പങ്കാളിയായിരിക്കാം. Hello. You cannot take off your hands from the nail. ആ ഒരു ആണിയിൽ നിന്ന് നിങ്ങളുടെ കൈ നിങ്ങൾക്ക് വലിക്കാൻ സാധ്യമല്ല. Because you are connected with a covenant relationship. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു ഉടമ്പടി ബന്ധത്തിൽ നിങ്ങൾ അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. You cannot break the relationship and run away. നിങ്ങൾക്ക് ആ ബന്ധത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല. But that nailing, that relationship is always giving you pain. എന്നാൽ ആ ഒരു ആണി, ആ ഒരു ബന്ധം എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. It could be your job. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജോലിയായിരിക്കാം. It could be the financial situation. ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക മേഖലയായിരിക്കാം. But let me tell you, if you are crucified, there comes a resurrection. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. If there is a cross, there comes a crown after that. നിങ്ങളുടെ പിന്നിൽ ഒരു കുരിശുണ്ടെങ്കിൽ അതിനുശേഷം ഒരു കിരീടം വരുന്നുണ്ട്. But when you go through such painful situations, അതുകൊണ്ട് ഇത്തരത്തിൽ വേദന നിറഞ്ഞ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ you can become better or bitter. ഒന്നുകിൽ നിങ്ങൾ നല്ലതായി തീരും, മേത്തരമായി തീരും, അല്ലെങ്കിൽ നിങ്ങൾ കൈപ്പുള്ള വ്യക്തിയായി. It all depends on your attitude. ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനോഭാവം അനുസരിച്ചാണ് ഇരിക്കുന്നത്. If you take better and bitter, the difference is in the eye. ഓർക്കുക, ബെറ്ററും ബിറ്ററും തമ്മിലുള്ള വ്യത്യാസം
വ്യത്യാസം നോക്കിയാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഐ എന്ന് പറയുന്ന ലെറ്ററിലുള്ള വ്യത്യാസമേ ഉള്ളൂ. So I make the difference. അതുകൊണ്ട് ഞാൻ ഐ ആണ് ആ വ്യത്യാസം വരുത്തുന്നത്. Hallelujah. Hallelujah. I can decide whether I should become better in this situation or bitter in this situation and curse God. അതുകൊണ്ട് ഐ എന്നുള്ള എനിക്കാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ജീവിതത്തെ അല്പം കൂടെ ബെറ്റർ ആക്കുമോ അല്ലെങ്കിൽ കയ്പിന്റെ ബിറ്റർ ആക്കുമോ എന്നുള്ളത്. When I pray for people, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ majority of the people cry. ഭൂരിഭാഗം ആളുകളും കരയുന്നത് ഞാൻ കാണാറുണ്ട്. When I lay my hands on them, അവരുടെ മേൽ ഞാൻ കൈകൾ വെക്കുമ്പോൾ sometimes the pain is released അവരുടെ അകത്തുള്ള വേദനകൾ പുറത്തേക്ക് ഒഴുകി വരും. and their hearts are relieved. അവരുടെ ഹൃദയങ്ങൾ ആ സമയത്ത് പുറത്തേക്ക് വരും. Usually the pain comes through tears. ചില സമയങ്ങളിൽ ആ വേദനകൾ പുറത്തു പോകുന്ന കണ്ണുനീരിലൂടെയായിരിക്കും. Many times when I pray for people, sometimes their tears run through my arm and drip down through my elbows. ചില സമയങ്ങളിൽ ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുനീർ എൻ്റെ കയ്യിലൂടെ ഒഴുകി വിരലുകളിലൂടെ കയ്യിലൂടെ ഒഴുകി ഇറ്റിറ്റ് വീഴാറുണ്ട്. If you collect all, I can tell you liters and liters of people's tears have gone through, drip down through my arms. നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ലിറ്റർ കണക്കിന് കണ്ണുനീര് ആളുകളുടെ എൻ്റെ കയ്യിലൂടെ ഒഴുകിയത് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. Ministers go through pain. ശുശ്രൂഷകന്മാർ വേദനയിലൂടെ കടന്നു പോകുന്നു. All of us go through pain. എല്ലാ വ്യക്തികളും ജനങ്ങളും വേദനയിലൂടെ കടന്നു പോകുന്നു. Wealthy people go through pain. ഓർക്കുക, സാമ്പത്തികമുള്ള വ്യക്തികൾ വേദനയിലൂടെ കടന്നു പോകുന്നു. Poor people go through pain. അപ്പോൾ തന്നെ ദരിദ്രന്മാർ വേദനയിലൂടെ കടന്നു പോകുന്നു. Husbands go through pain. ഭർത്താക്കന്മാർ വേദനയിലൂടെ Wives go through pain. ഭാര്യമാർ വേദനയിലൂടെ കടന്നു പോകുന്നു. Children go through pain. കുട്ടികൾ വേദനയിലൂടെ പോകുന്നു. Kings, queens, emperors all go through pain. ഓർക്കുക, രാജാക്കന്മാരും രാജ്ഞിമാരും സാമ്രാട്ടുക്കളും എല്ലാം തന്നെ വേദനയിലൂടെ കടന്നു. God is not the author of pain. ഓർക്കുക, ദൈവമല്ല വേദനയുടെ കാരണക്കാരൻ But എന്നുള്ളത്. sometimes God allows us to go through pain. എന്നാൽ ചില സമയങ്ങളിൽ ഈ വേദനയിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. But if handled the right way, pain can bring forth miracles in our lives. എന്നാൽ ഈ വേദനകളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഈ വേദനകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. I already spoke to you and told you that if not handled, we can become bitter when we go through painful situations. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ബിറ്ററായി ഒരു കയ്പായി മാറും. So one of the very important life skills that we all should develop is the skill to handle pain the right way, the godly way. നമ്മുടെ ജീവിതത്തിൽ നാം കൈവശമാക്കേണ്ട ജീവിതത്തിലെ ഏറ്റവും നല്ല കഴിവുകളിൽ ഒന്നാണ് വേദനകളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. Jesus showed us, taught us how to handle pain the right way. എന്ന് മാത്രമല്ല, യേശു കർത്താവ് വേദനയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്തു. Jesus went through the garden of Gethsemane. യേശു കർത്താവ് ഗെത്സമനെ എന്ന് പറയുന്ന തോട്ടത്തിലായിരുന്നപ്പോൾ And we saw Jesus sweating blood. നാം കണ്ടു യേശു കർത്താവിന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറി. He went through excruciating pain, mental agony. ആ സമയത്ത് മാനസികമായി കഠിന വ്യഥയിൽ അവനായി തീർന്നു. But after the crucifixion, he rose from the dead gloriously. എന്നാൽ ക്രൂശീകരണത്തിന് ശേഷമായിട്ട് മഹത്വത്തോടെ അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. Hallelujah. Hallelujah. In your life, if you are carrying cross today, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുരിശ് ചുമക്കുന്നുണ്ടെങ്കിൽ tomorrow you will exchange the cross with a crown. ഓർക്കുക, നാളുകളിൽ ഇന്നത്തെ കുരിശിനെ നിങ്ങൾ നാളെ ഒരു കിരീടമാക്കി തീർക്കാൻ പോകുകയാണ്. Hallelujah. Hallelujah. God has already made the crown for you. ഓർക്കുക, ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കിരീടം അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. In future always you will not be carrying around the cross. ഇനി ഭാവിയിൽ നിങ്ങൾ ഒരിക്കലും ഈ കുരിശും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. But instead you will be wearing a crown on your head. പകരം നിങ്ങളുടെ തലയിൽ നിങ്ങൾ ഒരു കിരീടത്തെ അണിയാൻ പോകുകയാണ്. Shout hallelujah to the ചേർന്ന് Lord. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി ജൂൺ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമൂക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തോപ്പുംപടി
ജൂൺ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദ ഗ്രേറ്റ് മറീന ഹാൾ, പഴയ പാലത്തിന് സമീപം, തോപ്പുംപടി. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് ഷാജി, ഭാര്യ ഷീബയാണ്. വിവാഹത്തിന് ശേഷം 4 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൗണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. വെറും 4 മാത്രമേ കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ, 4, 5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കൗണ്ട്. അതുമൂലം അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാകും, അതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർ വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷൻ ഇദ്ദേഹത്തിന് നടത്തി. പക്ഷേ അതിനുശേഷം 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവർ അതിനുശേഷം ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെ, 2014 നടന്ന കോഴഞ്ചേരി ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ബ്രദർ പ്രത്യേകിച്ച് ഇവരുടെ തലയിൽ കൈവച്ചേറ്റ അവസാനം പ്രാർത്ഥിച്ചു. അതോടുകൂടെ ഇവർ ഒരു പ്രെയർ ഡയറി ഇവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു വിഷയം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്ത വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ 2015 തന്നെ, ഈ വരുന്ന 15 തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്, അന്നത്തെ കോഴഞ്ചേരി ബ്ലെസ്സിങ് ഫെസ്റ്റിവലെല്ലാം കഴിഞ്ഞ് കൃത്യം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ സഹോദരി പ്രഗ്നൻ്റായി. ദൈവം ഇവർക്ക് അനുഗ്രഹീതമായ രീതിയിൽ ഒരു കുഞ്ഞിനെ നൽകി ദൈവം മാനിച്ചു എന്നാ പറയുന്നത്. കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി കൈകൾ അടിച്ച് യേശുവിനെ നന്ദി പറയാം. അതോടൊപ്പം തന്നെ ബ്രദറെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ സഹോദരിയുടെ മകനൊരു ഫിക്സിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഫിക്സ് വരുന്നത് സഹോദരിയാണ്, നമ്മളുടെ ഈ കുഞ്ഞിനെ ഫിക്സിന്റെ അസുഖം ഉണ്ടായിരുന്നു. 7 വയസ്സിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് തുടർമാനമായി കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫിക്സിന് കുറേ നാളുകൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം വാങ്ങിച്ച പ്രേയർ ഡയറിയിൽ ആ വിഷയവും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 7 വയസ്സിൽ ഫിക്സ് വന്നു. പക്ഷേ ഇന്ന് ആ മകന് 9 വയസ്സുണ്ട്. 2 വർഷമായി ഇതുവരെയും ഫിക്സ് വന്നിട്ടില്ല. കൂടുതൽ ശക്തിയോടെ കൈകളടിച്ച് യേശുവിനെ, കർത്താവ്, ഈ 2 അത്ഭുതങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കണ്ണുനീരിന് കർത്താവ് മറുപടി നൽകിയല്ലോ, വിശ്വാസത്തോട് കർത്താവ് പ്രതികരിച്ചല്ലോ, അതിനായി നന്ദി. ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ കർത്താവെ അങ്ങ് സൗഖ്യമാക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ വിവിധമായ രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് എടുത്തു മാറ്റണമേ, പ്രശ്നങ്ങളെ എടുത്തു മാറ്റണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏതോ ഒരു വ്യക്തിയുടെ ആംപിറ്റിൻ്റെ അകത്ത് ഒരു വലിയ ഗ്രോത്ത് വന്ന് അത് പല പ്രാവശ്യം സർജറി ചെയ്തു, പക്ഷേ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നൊരു ഗ്രോത്ത്, യേശുവിൻ്റെ നാമത്തിൽ അത് ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അതുപോലെ വിവിധ രീതിയിലുള്ള സ്കിൻ ഡിസീസുകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കാതിനകത്തുള്ള പഴുപ്പ്, ചെവിക്കകത്തുള്ള പഴുപ്പ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഷുഗർ നിമിത്തം കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഹീലിംഗ് ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. മറ്റൊരു വ്യക്തിക്ക് കാൽമുട്ടിനകത്തുള്ള പ്രയാസങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ പൈൽസ് രോഗത്തെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ കർത്താവെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കരളിനെ ബാധിച്ചിരിക്കുന്ന ലിവർ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ശക്തിയേറിയ തലവേദന, ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുത്തു, പക്ഷേ കർത്താവ് ഇന്ന് സൗഖ്യമാക്കിയാണ്. അലർജി രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ
കയ്യിലെ ജോയിൻറ്റുകളിലൊക്കെയുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ ഓരോ വ്യക്തിയെയും സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്ന ഈ സമയത്ത് യേശു കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. മാത്രമല്ല, ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അകത്ത് വിശ്വസിക്കുക. കർത്താവ്, ഏത് പ്രശ്നത്തിൽ നിന്നും അങ്ങ് ഓരോ വ്യക്തികളെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയോ നെക്കിൻ്റെ പ്രോബ്ലം, കഴുത്തിൻ്റെ പ്രോബ്ലം ഈ സമയത്ത് മാറിപ്പോകുന്നു ഇൻ ജീസസ് നെയിം. മറ്റൊന്ന്, ഈ ജോബോൺ താടിയെല്ല് ഇങ്ങനെ കോടിപ്പോകുന്ന, താടിയെല്ല് ഇങ്ങനെ തെറ്റി കോടിപ്പോകുന്ന പ്രയാസമുള്ള ചില വ്യക്തികളെ, അത് വളരെ ക്ലിയറാണ്, ചില വ്യക്തികളെ കർത്താവുന്ന പൂർണ്ണ സൗഖ്യം നൽകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഏത് പ്രശ്നത്തിൻ്റെ മേലും കർത്താവ് നീ പ്രവർത്തിച്ചതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. റാന്നിയിലും തോപ്പുംപടിയിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുകയാണ്. മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന ആ പ്രെയർ ബുക്ക് ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ആശിഷ് മാരി എന്ന പുസ്തകം ലഭിച്ചിട്ടില്ലാത്തവർക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിനേഴ്സ് ഫാക്ടറി പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ ബന്ധപ്പെടാം. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വളരെ ഡീറ്റെയിൽസ് അതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓൺലൈനായി ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.